ഹലോ എല്ലാവർക്കും ചിക്കൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുവപ്പീരയാണ് കേട്ടോ. അപ്പോൾ കൊഴുവ എന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുക. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ നത്തോലി എന്നും പറയട്ടാ. അപ്പോൾ ഈ കൊഴുവ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീരയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ട്ടാ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളൊന്നുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലുണ്ടല്ലോ കൊടംപുളിക്ക് പകരം നമ്മൾ പച്ചമാങ്ങയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേ വെളുത്തുള്ളി ഉണ്ട്, ചെറുള്ളി ഉണ്ട്, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതേ നത്തോലി അല്ലെങ്കിൽ കൊഴുവ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരച്ച് ചേർക്കാനുണ്ട്. അപ്പൊ ആദ്യം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ചെരുകിയതൊന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇപ്പൊ ഞാനിവിടെ 3 പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തുടം ഇഞ്ചി, അതായത് നമ്മൾ നേരത്തെ വെച്ചുള്ള കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമാങ്ങ. അപ്പോഴേക്കും നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വലിയ ജാറൊന്നും എടുക്കട്ടോ, ഞാൻ ഇത് എടുത്തത് കൊണ്ടാണ്. പിന്നെ അതേ ഇതിലേക്ക് കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇത് ഈ കൊഴുവയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതേ ഈ അരപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ കൂടിയിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ഈ പീരക്കറിക്ക്. പിന്നെ അതേ പച്ച വെളിച്ചെണ്ണ, അപ്പൊ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി മിക്സിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ മീനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇത് തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ പീരക്കറി ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഞാൻ തുറന്നു വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ പകുതിയൊക്കെ വറ്റി അതിന്റെ ചേഞ്ച് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് നല്ല രീതിയിൽ തന്നെ വറ്റി നമ്മുടെ പീര ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത്രയും ചെയ്താൽ മതി. അതിനുശേഷം ഇതിനെ ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടാ. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. മിക്ക ആളുകളും ഇത് എനിക്കറിയാൻ ട്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും. ചാള വെച്ചിട്ടും അതുപോലെ തന്നെ നത്തോലി വെച്ചിട്ടും നമുക്ക് ചെമ്മീൻ വെച്ചിട്ടൊക്കെ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീര തയ്യാറാക്കി എടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.